മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് നേതാവായിരുന്ന ടി.എം. ചന്ദ്രനാണെന്ന് തെളിയിക്കുന്ന നിർണായക ഫോൺ സംഭാഷണം ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ബി.ജെ.പി. പിന്തുണയെ എതിർത്ത പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെ വിമത നേതാവ് ടി.എം. ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും ബി.ജെ.പിയുമായി ബന്ധമില്ലെന്ന് പത്രസമ്മേളനത്തിൽ പറയണമെന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ടു. രാജിവെക്കാമെന്ന് അക്ഷയ് അറിയിച്ചപ്പോൾ അത് വേണ്ടെന്നും ഫോൺ സംഭാഷണത്തിൽ ഉണ്ട്. ആ സംഭാഷണത്തിലേക്ക്. നമുക്ക് ബി.ജെ.പിയുടെ സപ്പോർട്ടുണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു. എനിക്ക് ബി.ജെ.പി യാതൊരു ബന്ധോ ഇത് എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ ബി.ജെ.പിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കുന്നത്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ ആ 8 മെമ്പർമാരും നീ പറയ് ബി.ജെ.പിയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറയേ. പറഞ്ഞല്ലോ ബി.ജെ.പിയായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവർക്കും കൂടി ഒരുമിച്ച് പറഞ്ഞെന്തോ കുഴപ്പം? അല്ലേ അവരെന്താ പറയാത്ത ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? അതിൽ നിനക്ക് നീ ഇതിനെ ഭയപ്പെടുന്നത്? അപ്പൊ നിനക്ക് എന്തോ കള്ളത്തരണ്ടല്ലോ അതില്. ഭയപ്പെടല്ല, ഇത് നാണക്കേടില്ലേ ആൾക്കാർ നോക്കി ശരിക്കുള്ളൂ. അപ്പൊ അക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അക്ഷയ്ക്ക് പറയാനുള്ള നമുക്കൊരു തടസ്സമില്ല. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വലിയ പ്രസിഡന്റായ ബി.ജെ.പിയുടെ സപ്പോർട്ടോടെ പ്രസിഡന്റായ ആള് രാജിവെക്കാണ്. ഞാൻ വലിയ കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, അക്ഷയ്ക്കുള്ള ആ ഒരു ആശയ ദൃഢത ടി.എം. ചന്ദ്രന് ഇല്ലാതെ പോയി. അത്ര ലാഘവത്തോടെ തന്നെയാണ് അക്ഷയ് പറയുന്നത്. വേണമെങ്കിൽ ഞാൻ രാജിവെക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. അത്രത്തോളം ആ രാഷ്ട്രീയത്തിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ടി.എം. ചന്ദ്രനാണ് ഇതിൽ നേതൃത്വം നൽകിയത്, ഇടപെട്ട് തന്നെ നേതൃത്വം നൽകിയാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നതെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ. രുചിഷ്, ഇക്കാര്യത്തിൽ ടി.എം. ചന്ദ്രൻ്റെയും ഒപ്പമുള്ളവരുടെയും ഇടപെടൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജി മറന്നുകൊണ്ട് ഒരു വർഗീയ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടപെടൽ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. നമ്മൾ പുറത്തുവിടുന്ന ഈ ശബ്ദരേഖ കഴിഞ്ഞ ഈ മാസം 28-ന് ഡിസംബർ 28-നായിരുന്നു ഈ സംഭാഷണം നടക്കുന്നത്. തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ അന്ന് വിമതപക്ഷം നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അക്ഷയ് മുൻകൂട്ടി ഇവരെ അറിയിച്ചു. എന്നാൽ അക്ഷയ്യുടെ കൂടി പങ്കാളിത്തമുണ്ടെങ്കിൽ മാത്രമേ 8 പേരും ഒറ്റക്കെട്ടാണ്, ബാക്കിയുള്ള ആളുകൾ ഇവർക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ നിന്ന് താൻ പങ്കെടുക്കില്ല, വിട്ടുനിൽക്കുമെന്ന് പറയുന്ന അക്ഷയെ നിർബന്ധിക്കുകയാണ് ചന്ദ്രൻ. ബി.ജെ.പിയുമായി ബന്ധമില്ല എന്ന് നീ പത്രസമ്മേളനത്തിൽ വന്ന് പറയൂ, തൃശ്ശൂരിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, താൻ വരില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വരാത്തത്? താൻ 8 പേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് തെളിയിക്കണമെങ്കിൽ നീ കൂടെ വന്ന് പറയണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് വർഗീയ പാർട്ടികളുമായി ബന്ധമില്ല, താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നു നിങ്ങൾ രാജിവെക്കേണ്ട ആവശ്യമില്ല, അക്ഷയ് രാജിവെക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ അക്ഷയ് ഒരു സംശയം എന്നുള്ള നിലയിൽ പറയുന്നു, ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചപ്പോൾ സ്വതന്ത്രനല്ലേ, അപ്പോൾ തിരിച്ച് രാഷ്ട്രീയ പരമായിട്ടുള്ള മറുപടി നൽകുന്നത് ചന്ദ്രൻ നൽകുന്നത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൊതുപ്രവർത്തകൻ നൽകുന്ന മറുപടിയാണ്. പാർട്ടിയിൽ നിന്നും രാജിവെച്ചുവെന്ന് പറഞ്ഞൊരു കത്തെഴുതിയാൽ രാജിയാവില്ല, കോൺഗ്രസ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച നീ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് എന്ന് പറഞ്ഞെഴുതി കഴിഞ്ഞാൽ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്ന് എങ്ങനെ രാജിവെക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് മറുചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്രസമ്മേളനത്തിൽ വരണം, ബി.ജെ.പിയുമായി ബന്ധമില്ല എന്ന് എല്ലാവരോടും പറയണമെന്നുള്ള എന്ന നിലയിലാണ് ചന്ദ്രൻ ഈ അക്ഷയുമായി സംസാരിക്കുന്നത്. ഏതായാലും അക്ഷയ് അതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഈ ബി.ജെ.പി ബന്ധമില്ലാതെ തനിക്ക് കോൺഗ്രസ്സുകാരനായി നിൽക്കണമെന്നുള്ളൊരു നിലപാട് ഈ രാജിവെച്ച പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളിൽ ആദ്യം എടുത്ത ആളാണ് അക്ഷയ്. അക്ഷയുടെ ഒരു നിലപാട് മാത്രമാണ് ഈ വിമത വിഭാഗ നേതാക്കളിൽ നിന്നും ഒരംഗമെങ്കിലും മാറി നിന്ന ആൾക്ക് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇന്ന് അക്ഷയുമായി നടക്കം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകനായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അക്ഷയ് അറിയിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വർഗീയ കക്ഷികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള
കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ചന്ദ്രൻ അടക്കമുള്ള ആളോട് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ തയ്യാറാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അത് DCCയെ കൂടി അക്കാര്യം അറിയിക്കുമെന്ന് തന്നെയാണ് അക്ഷയ് വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ വിമത വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഘടനാപരമായി ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ശബ്ദരേഖയും മറ്റ് അനുബന്ധ തെളിവുകളും. ഏതായാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് KC വേണുഗോപാൽ തന്നെ അല്പസമയങ്ങൾക്ക് മുൻപ് അറിയിച്ചു. സംഘടനയിൽ വർഗീയ പാർട്ടികൾക്കുമായി ബന്ധമില്ല കോൺഗ്രസിന് എന്നുള്ള കാര്യവും KC വേണുഗോപാൽ പറഞ്ഞു. KPCCയും DCCയും തമ്മിൽ ആശയപരമായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ല എന്നുള്ള ഒറ്റ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ആ നിലപാടുമായി ഒറ്റ അഭിപ്രായവുമായി മുന്നോട്ട് പോകുമെന്നും KCയുടെ വാക്കുകളിലേക്ക് പോകാം. മറ്റത്തൊരു വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് KC വേണുഗോപാൽ പറയുന്നു. KPCC ആയാലും DCC ആയാലും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടാകൂ എന്നും വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും പാർട്ടിക്ക് ഉണ്ടാകില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ആ വാക്കുകളിലേക്ക് ഇല്ല, പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ, അത് KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല.